മക്കളെ നമസ്കാരം. നിങ്ങൾ പാറ്റ കണ്ടിട്ടില്ലേ? എങ്ങനെ പാറ്റ എന്ന് എഴുതണത്? പ എന്നുള്ള അക്ഷരത്തോടു കൂടി ആ ചേർക്കുമ്പോൾ പാ. ട നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു വലിയ റ, താഴെ ഒരു ചെറിയ റ, അല്ലേ? ട ശരിക്കും പറഞ്ഞാൽ ട ഒരു കൂട്ടക്ഷരമാണ്, രണ്ട് റാകൾ ചേർന്ന അക്ഷരമല്ല. എങ്ങനെയാണ് ട എന്നുള്ള അക്ഷരം കിട്ടിയതെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് രണ്ട് വരിയിൽ റ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നോക്കാം. അവിടെ നാവ് എവിടെയാണ് മുട്ടുന്നതെന്ന് ശ്രദ്ധിക്കുക. കൈ എടുക്കുന്നുമില്ല. ഞിറ്റ, ടി എ ട എന്ന് ഉച്ചരിക്കുമ്പോൾ നാവ് എവിടെയാണ് സ്പർശിക്കുന്നതെന്ന് നോക്കിയില്ലേ? ഇനി അതിന് ഒരക്ഷരമുണ്ടായിരുന്നു പഴയ ലിപിയിൽ, ട. കൈ എടുക്കേണ്ടി വരുന്ന ഒരക്ഷരം. ഇതിനെ വർസ്യാക്ഷരം എന്നാണ് പറഞ്ഞിരുന്നത്. ഇതിനെ കൂട്ടി എഴുതാനായിട്ട് ട, ട എന്നിട്ട് ചേർത്ത് രണ്ടും കൂടി എഴുതുമായിരുന്നു, ട. ഇവിടെയും നമ്മൾ കൈയെടുക്കണം. പിന്നീട് പരിഷ്കരിച്ച രൂപം വന്നതാണ് വലിയ റായുടെ താഴെ ചെറിയ റ. ഇതാണ് ഇന്നത്തെ കൂട്ടക്ഷരം ട. ഒരിക്കലും രണ്ട് റ ചേർന്നതല്ല, ട.